ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാരദ ക്രിസ്ത്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ച് റോസ്റ്റാണ് കേട്ടോ. നല്ല നാടൻ രീതിയിൽ ചെറിയുള്ളി മാത്രം ഇട്ട് വെച്ചിട്ടുള്ള കൊഞ്ച് റോസ്റ്റാണ്. അധികം മസാലകളൊന്നും ഇല്ലാതെ ഇതുണ്ടോ, കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി എൻ്റെ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? വരും. അപ്പോൾ ഞാനിവിടെ 1 കിലോ കൊഞ്ചാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൽ കുറച്ച് ചളിയൊക്കെ ഉണ്ടാവും കേട്ടോ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ. അപ്പോൾ ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നന്നായി കഴുകി വൃത്തിയാക്കി 2-3 തവണ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് നമ്മൾ തോടൊക്കെ കളയുമ്പോൾ തന്നെ ഇതിൻ്റെ കാഷ്ടമൊക്കെ പോയിട്ടുണ്ടാകും ചിലതൊക്കെ. ഇത് പോവാത്ത കുറച്ചുണ്ടാവും കേട്ടോ. അതുകൊണ്ട് അതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് കൊഞ്ച് വൃത്തിയാക്കാനൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ അമർത്തി കഴിഞ്ഞ് അത് പൊട്ടുമ്പോൾ അതിൽ വേണ്ട കറുപ്പ് നരമ്പ് പോലുള്ളത്, അതാണ് ഇതിൻ്റെ കാഷ്ടം. അപ്പോൾ ബാക്കിയുള്ളതിന് ഇങ്ങനെയൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ നന്നായി കളഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ഇനിയുടെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് 1 സ്പൂണ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീരൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരിയുടെ ആണെങ്കിൽ ഒഴിക്കാം കേട്ടോ. വിനാഗിരി 1 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഞാനിവിടെ ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിചേർത്തി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അരമണിക്കൂർ ആവട്ടെ, ഒന്ന് അടിച്ചു വയ്ക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കൊഞ്ചിനെ. അപ്പോൾ ഇതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു 2 ട്രിപ്പായിട്ടൊന്ന് നമുക്ക് ഒരു ഹാഫ് വേവിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാവിടെയും ഒന്ന് ചേർത്തൊന്ന് ഫ്രൈ ആവട്ടെ. എന്നിട്ട് ഒരു ഹാഫ് വേവ് ആകുമ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ശേഷം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 കപ്പ് ചെറിയുള്ളി പൊടിയായി അരിഞ്ഞത് അതിട്ട് കൊടുത്തിട്ട് ലേസ് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ആകുമ്പോൾ ഒരു തക്കാളി, പഴുത്ത തക്കാളി അത് ചെറുതായി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തിട്ട് ഈ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടട്ടെ. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചെറിയുള്ളിയൊക്കെ ഇതുപോലെ ആവണം, നന്നായി ഉടഞ്ഞ് വരണം ചെറിയുള്ളിയും തക്കാളിയൊക്കെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇത് ഇട്ട് കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കിയ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൊഞ്ച് അതും കൂടെ ചേർക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാവിടെയും ഒന്ന് അടിചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ കൊഞ്ചിലേക്ക് ഈ തക്കാളിയുടെയും ചെറിയുള്ളിയുടെ ഫ്ലേവറൊക്കെ നന്നായി ഒന്ന് ഇറങ്ങി വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ടാവും. അപ്പോൾ അത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതും കൂടെ ഒഴിക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഇത് ഇത്രയും ഒഴിക്കുന്നുള്ളൂ, ഒരു 1/2 ഗ്ലാസ് ഉണ്ടാവുള്ളൂ. അതും കൂടെ ഒഴിച്ചിട്ട് എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കും. നമ്മൾ ഓൾറെഡി ഇത് ഫ്രൈ ചെയ്തെടുത്താണ്, ഹാഫ് വെന്തതാണ്. അപ്പോൾ ഇതിലൊന്ന് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്.
ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടട്ടെ. ഈ കൊഞ്ച് ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ കംപ്ലീറ്റ് വെള്ളവും വറ്റുന്ന വരെ നമുക്കിതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് കംപ്ലീറ്റ് വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട് ചെറിയ ഉള്ളിയുടെ. നമ്മൾ അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയുള്ളി മാത്രം ഇട്ട് വയ്ക്കുന്നതാണ്, ഒരു തക്കാളി മാത്രം, അധികം മസാലകളൊന്നും ഇല്ല. അത് നമ്മൾ ചിക്കൻ റോസ്റ്റിൽ മസാലകൾ ഇടുന്ന പോലെ പിന്നെ കൊഞ്ചിലിടരുത്. കാരണം ഈ കൊഞ്ച് ഇതിൽ ഉണ്ടാക്കുമ്പോൾ, കൊഞ്ച് ഫ്രൈ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ കൊഞ്ചിൻ്റെ ഫ്ലേവർ മുന്തി നിൽക്കണം, അതാണ് ടേസ്റ്റ്. അപ്പോൾ അധികം മസാലകളൊന്നും ഇടാതെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു നാടൻ കറിയാണ് കേട്ടോ, നാടൻ റോസ്റ്റാണ്, കറിയല്ല, നാടൻ റോസ്റ്റാണ്. ചെറിയുള്ളി മാത്രം ഇട്ട് വയ്ക്കുമ്പോൾ ഒരു മധുരമൊക്കെ ഉണ്ടാവും. കണ്ടോ, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നിങ്ങൾ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ചെറിയുള്ളി ഇട്ട് വെച്ചിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ.